ഖബറിനൊരു ഇടുക്കമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി എന്തായാലും ഖബറെടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുടെ ആ ഹദീസിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്, ലൗ നജാ അഹദും മിൻ വഖതത്തിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആരാണ് സഅദ് ബിൻ മുആദ് എന്ന് ഇനി പഠിക്കണം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ എന്ന് അള്ളാന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട്, പ്രവാചകരെ വരവേറ്റുകൊണ്ട് മദ്ഹ് കീർത്തനങ്ങൾ പാടിയ അനുയായികളുടെ നേതൃപടവും അലങ്കരിച്ച വ്യക്തിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, പോരല്ലോ, ഒന്നുകൂടി. അങ്ങനെ പറയാം. മറ്റേ കൊച്ചാപ്പാടെ പേര് കേട്ടോലെ അനക്കോ ഇല്ലല്ലോ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി പ്രവാചകർ ഇൽമിന്റെ ചർച്ചയിലിരിക്കുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ഖൂമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് കടന്നു വരുന്നുണ്ട്, ആ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചരിത്രം സാക്ഷിയാണ്. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിത്വം അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താ? അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വന്നു. പ്രവാചകരോട് പറഞ്ഞു, നബിയെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് ജനാസ തോളിലേറ്റുകൊണ്ട് സ്വഹാബത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാല് നിലത്ത് കുത്തുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ ഉപ്പൂറ്റിയുടെ ഭാഗം പ്രവാചകൻ കുത്തുന്നില്ല. പിന്നെ വിരലിങ്ങനെ കുത്തി കുത്തി പ്രവാചകൻ പ്രയാസപ്പെട്ട് നടക്കാൻ. എന്തു പറ്റി? നബിയോട് ചോദിച്ചു, മലക്ക റസൂലല്ലാഹ്, നബി എന്ത് പറ്റിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ കല്ലിൽ ഒരു മുള്ളു തറച്ചിട്ടോ, കാലിൽ ഒരു മുള്ളു തറച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ചരൽക്കല്ല് പതിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത്. 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് ഉടനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു അത്രേ. 70,000 മലക്കുകൾ മുഴുവനും ഈ മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് എനിക്കെന്നെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ ആധിക്യത്താൽ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. അത്രത്തോളം തിങ്ങി നിരങ്ങിയപ്പോ ഈ റോഡിൽ കൂടെ മലക്കുകൾ പോകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ആള് നിസ്സാരക്കാരനാണോ? തീർന്നില്ല. മിൻ അജലി ഖാലിഖി സമഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബാ അംരി. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയത്രേ, വിറങ്ങലിച്ചു അത്രേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണവാർത്ത കേട്ടപ്പോൾ സൃഷ്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ
മരണവാർത്ത കേട്ടപ്പോഴത്തേക്കും അർശ് കുലുങ്ങി സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ചരിത്രമാണ്, പഠിച്ചു വെക്കണം നമ്മൾ. അപ്പൊ അങ്ങനത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളുടെ നേതാവാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മരണപ്പെട്ടുമ്പോ അള്ളാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചതാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസ അനുഗമിക്കുമ്പോ വിരൽ കുത്തിക്കൊണ്ട് കടന്ന പ്രവാചകരോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കി. ആ മലക്കുകൾ ഈ മദീനത്തെ തെരുവിലൂടെ നടക്കുന്നത് കാരണമായിട്ട് എനിക്ക് എന്റെ കാലുകുത്താൻ കഴിയുന്നില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വർണ്ണവലിപ്പം പറഞ്ഞ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ, ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മലക്ക് ആകെ ഇപ്പുറത്ത് 2 മലക്കുണ്ടായിട്ട് തെറ്റെഴുതാനേ സമയമുള്ളൂ, വേറെ മലക്കൊന്നും ഇറങ്ങിയിട്ടില്ല താനും. മലക്കിങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ, അങ്ങനെയാണ്. നമ്മുടെ വലത്ത് റഖീബ് എത്തിയത് മലക്കെന്താണ്, ചേഞ്ച് ആവുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു പുതിയ അറിവാണല്ലോ, അതേ ചേഞ്ചാണ്.